അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സൈനിക നീക്കവുമായി പാകിസ്ഥാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യ പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഏകദേശം 8,000 സൈനികരെയും ഒരു സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയും പാകിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് അയച്ചതായി രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വശത്ത് മധ്യസ്ഥ നീക്കവും മറുവശത്ത് സൈനിക നീക്കവും നടത്തുകയാണ് പാകിസ്ഥാൻ. ഇറാനുമായുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സൗദിയുടെ അതിർത്തികൾ സംരക്ഷിക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വെടിനിർത്തലിനായി പാകിസ്ഥാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ പുതിയ നീക്കം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയ്ക്ക് ആണവ സുരക്ഷാ കവചം ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണ ഉറപ്പാക്കാനാണ് ഈ കരാർ. സൗദിക്ക് നേരെ കൂടുതൽ ആക്രമണം ഉണ്ടായാൽ സൗദി സൈന്യത്തെ നേരിട്ട് പിന്തുണയ്ക്കാൻ ശേഷിയുള്ള ശക്തമായ പോരാട്ട നിരയെയാണ് പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിന്യാസത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നൽകാൻ പാകിസ്ഥാൻ സൈന്യമോ സൗദി ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ അയക്കാമെന്ന ഉറപ്പോടെ 8,000 സൈനികരെയാണ് പാകിസ്ഥാൻ സൗദിയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഭൂരിഭാഗവും ചൈനീസ് സംയുക്ത നിർമ്മിതമായ JF-70 വിമാനങ്ങൾ ഉൾപ്പെടുന്ന 16 വിമാനങ്ങളുടെ ഒരു പൂർണ്ണ സ്ക്വാഡ്രണും 2 സ്ക്വാഡ്രൺ ഡ്രോണുകളും ഏപ്രിൽ ആദ്യത്തോടെ സൗദിയിൽ എത്തിച്ചു. ചൈനീസ് നിർമ്മിത HQ-9 വ്യോമ പ്രതിരോധ സംവിധാനവും കൈമാറിയിട്ടുണ്ട്. ഇവ പ്രവർത്തിപ്പിക്കുന്നത് പാക് ഉദ്യോഗസ്ഥരാണെങ്കിലും ഇതിന്റെ സാമ്പത്തിക ചിലവുകൾ പൂർണ്ണമായും വഹിക്കുന്നത് സൗദി അറേബ്യയാണ്. പ്രാഥമികമായി ഈ സൈനിക വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് ഉപദേശക പരിശീലന ചുമതലകളായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച പ്രതിരോധ കരാറിലെ വ്യവസ്ഥകൾ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനും സൗദിയും പരസ്പരം പ്രതിരോധിക്കണമെന്നാണ് ഈ കരാർ വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയെ പാകിസ്ഥാന്റെ ആണവ സംരക്ഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. നേരത്തെ സൗദിയിലെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ പാകിസ്ഥാൻ സൗദിയിലേക്ക് വിമാനങ്ങൾ അയച്ചിരുന്നു. കഴിഞ്ഞ 6 ആഴ്ചയായി തുടരുന്ന അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് ആതിഥ്യം വഹിച്ചെങ്കിലും തുടർന്നുള്ള ചർച്ചകൾ ഇരുപക്ഷവും റദ്ദാക്കുകയായിരുന്നു. ഇറാനും അമേരിക്കയും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ നടത്തിയ ഈ വൻ സൈനിക വിന്യാസം മേഖലയിലെ നയതന്ത്ര സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അതേസമയം ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ പുതിയ ആക്രമണ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഇറാനെതിരെ നടത്താനിരുന്ന സൈനിക ആക്രമണം മാറ്റിവെക്കുകയാണെന്ന് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നു. വളരെ ഗൗരവപ്പെട്ട ചർച്ചകൾ ഇറാൻ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് ആക്രമണം മാറ്റിവെക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആക്രമണം മാറ്റിവെക്കുന്നതെന്ന് ട്രംപ് പ്രസ്താവിച്ചിരുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. US-ന് വളരെ സ്വീകാര്യമായ ഒരു കരാർ ഉണ്ടാക്കുമെന്നാണ് ഖത്തറും UAE-യും സൗദിയും തന്നെ അറിയിച്ചിരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ സ്വീകാര്യമായ ഒരു കരാർ ഉണ്ടായില്ലെങ്കിൽ ഉടനെ തന്നെ ആക്രമിക്കും. അതേസമയം രാജ്യത്ത് ട്രംപിന്റെ റേറ്റിംഗ് വൻതോതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ റേറ്റിംഗിൽ ട്രംപ് ഏറെ പിന്നിലായി. ഇറാനിലെ യുദ്ധത്തിന് ജനപ്രീതി കുറഞ്ഞു വരുന്നതായി സർവേകൾ കണക്കാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനവും വരുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.